ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ സമ്മർ തുടങ്ങാൻ പോവാന്ന് അറിഞ്ഞപ്പോൾ മുതൽ നമ്മളൊരു 1 മന്ത് മുന്നേ തന്നെ എവിടെയെങ്കിലും ഒരു സ്റ്റേക്കേഷന് പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ആ പ്ലാനിങ്ങിൻ്റെ ഫലമായിട്ട് അവസാനം നമ്മൾ കോൺവാൾ പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സും കൂടെ ഉണ്ട്. ഇച്ചയുടെ ഫ്രണ്ടും ആളുടെ വൈഫും ഉണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചാണ് പോകണം കേട്ടോ. ഞങ്ങളൊരു ശനിയാഴ്ച രാവിലെ പോയിട്ട് ഞായറാഴ്ച വൈകിട്ട് വരാനുള്ള രീതിയിലാണ് കേട്ടോ പോകുന്നത്. ഒരു ചെറിയ ട്രിപ്പാണ്. നമുക്ക് കുറച്ച് നമ്മുടെ ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കുക, നമ്മൾ ഒരു ഒരു ചേഞ്ചിന് വേണ്ടി ശരിക്കും പറഞ്ഞാൽ നമ്മൾ പോകുന്നതാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പോകുന്നത് കോൺവാളിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് പോകുന്നത് ഈഡൻ പ്രോജക്റ്റ് കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഓൾറെഡി സ്റ്റേയും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നമ്മുടെ പുതിയ ഓസ്മോ കൂട്ടൻ്റെ ഇതിലാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഇതിനെപ്പറ്റി പഠിക്കുന്നേ ഉള്ളൂ. എത്രത്തോളം ഇത് നന്നായിട്ടുണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ മാക്സിമം ഞാനത് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതൊരു കുറച്ച് ലോങ് വീഡിയോ ആയിട്ടായിരിക്കും കാണുന്നത്. ഈഡൻ പ്രോജക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത് ഞാൻ ചെയ്യുന്നത്. കോൺവാളിലെ ഈഡൻ പ്രൊജക്റ്റ് ഏറ്റവും പ്രശസ്തമായ ഒരു പരിസ്ഥിതി വിദ്യാഭ്യാസ സസ്യശാസ്ത്ര ആകർഷണങ്ങളിൽ ഒന്നാണ് കേട്ടോ. 2001 ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾക്ക് പൊതുജനങ്ങൾക്ക് കാണാൻ വേണ്ടി അവർ തുറന്നു കൊടുക്കുന്നത്. ഇത് മുന്നേ എന്തോ ഒരു ചൈന ഖനിയോ അങ്ങനെ എന്തോ ഒന്നായിരുന്നു. അതിനുശേഷമാണ് ഇത് ഈഡൻ പ്രൊജക്റ്റ് എന്നുള്ള രീതിയിലേക്ക് മാറ്റി നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലാക്കി തന്നത് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ രീതിയിൽ പറയുകയാണ്, ഇതിനെ ഞാൻ 3ആയിട്ട് തരംതിരിക്കും. അത് ഞാൻ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് പരിചയപ്പെടാം. ഇവിടെ ചെല്ലുന്നതിന് മുമ്പ് നമുക്ക് ടിക്കറ്റൊക്കെ കാര്യങ്ങൾ ബുക്ക് ചെയ്യേണ്ടതാണ്. ഓൾറെഡി ഓൺലൈനിൽ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളും കിട്ടും. പക്ഷെ ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ബുക്ക് ചെയ്തത്. അത് ഓൺലൈൻ തന്നെയായിരുന്നു. ഞങ്ങൾക്ക് 4 പേർക്ക് ടിക്കറ്റ് എടുത്തു. ഇവിടെ പ്രധാന ഇവിടുത്തെ ആകർഷണങ്ങൾ എന്ന് പറയുന്ന ബയോമുകളാണ് കേട്ടോ. അതുപോലെ തന്നെ ലോകത്തിലുള്ള പല തരത്തിലുള്ള കാലാവസ്ഥയിൽ വളരുന്ന പ്ലാന്റുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ നാട്ടിൽ വളരുന്ന പ്ലാന്റുകൾ ഇഷ്ടം പോലെയുണ്ട് കേട്ടോ. അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനൊക്കെ മിസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവും കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നമ്മൾക്ക് എഡ്യൂക്കേഷന് വേണ്ടിയിട്ടൊക്കെ ആണെങ്കിലും കുറേ പ്രോഗ്രാമുകളൊക്കെ നടക്കുന്നുണ്ട്, പ്ലാന്റിനെ പറ്റിയും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ മെറ്റലും കൊണ്ട് നിർമ്മിച്ച എട്ടുകാലിനെയും പാറ്റേനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഈ വീഡിയോ എടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. കാര്യം വെച്ചാൽ ഇത്ര നാളെ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അത്ര ക്ലാരിറ്റി ഇല്ല, നീ ചെയ്യുന്നത് നല്ല രസമുണ്ട് പക്ഷെ ക്ലാരിറ്റി ഇല്ല എന്ന് പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇതോടുകൂടി ആ ഒരു സംഭവം ഞാൻ സോൾവ് ചെയ്യുന്നതാണ് വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ ഈഡൻ പ്രോജക്റ്റിനെ 3 പാർട്ടായിട്ടാണ് തിരിക്കുന്നത്. ആദ്യത്തെ പാർട്ടാണ് ഇത് കോർന്ന് പറഞ്ഞിട്ടോ. ഇവിടെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രത്യേക വിദ്യാഭ്യാസ പ്രദർശന കെട്ടിടമാണ്. 2019 നമുക്ക് പബ്ലിക്കിന് കാണാൻ വേണ്ടി ഇവർ തുറന്നേക്കുന്നത്. അതുപോലെ തന്നെ പ്രകൃതിയും മനുഷ്യരും തമ്മിലുള്ള ശരിക്കും പറഞ്ഞ ഒരു ബന്ധമാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. പിന്നെ ഈഡൻ പ്രൊജക്റ്റിൻ്റെ ഇത് കോർ എന്ന് പറയുന്ന ഈ ബിൽഡിങ് ഇതിന് ശരിക്കും പറഞ്ഞൊരു ഹാർട്ടായിട്ടാണ് അവർ കാണിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ബ്ലൂ ഒരു സ്റ്റാച്ചു പോലത്തെ സംഭവമില്ലേ, അതാണ് എനിക്ക് അവിടെ വന്നതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം. ഇതിന് ഏകദേശം 9 മീറ്റർ ഉയരമുണ്ട്. അതുപോലെ തന്നെ 20 ടൺ ഭാരമുണ്ട് കേട്ടോ. ഇത് നിർമ്മിച്ചിരിക്കുന്നത് ആളുടെ പേരെന്തായിരുന്നു, സ്റ്റുഡിയോ സ്വിൻ എന്ന് പറഞ്ഞിട്ട് ഒരാളെങ്ങാണ്ടാണ്. അവരുടെ കൂട്ടായ്മയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2018 ഇത് ഉണ്ടായിരിക്കുന്നത് കേട്ടോ. ഇത് സൈനോബാക്ടീരിയ എന്ന സൂക്ഷ്മ ജീവികൾക്കുള്ള ഒരു സ്മാരകമാണിത്. ഏകദേശം 3 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിൽ ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന ഫോട്ടോസിന്തസിസ് വികസിപ്പിച്ചത്. ഇത് നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജന്റെ ചരിത്രത്തിൽ ഇവയ്ക്ക് പ്രധാന പങ്കുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു സ്മോക്ക് റിങ് പോലെ ഇങ്ങനെ വരുന്നത് കാണാം.
ഇത് ഒരു മിസ്റ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ. ചില സമയങ്ങളിൽ ഇത് മുകളിലേക്ക് വലിയ വളയങ്ങളായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് ജീവന്റെ ഉത്ഭവവും ഭൂമിയിലെ അന്തരീക്ഷത്തിലുണ്ടായ മാറ്റത്തെ കാണിക്കുന്നതാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒത്തിരി സംഭവങ്ങൾ കാണാണ്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ സംഭവം ഒരു പേപ്പർ കട്ടിങ് ചെയ്തേക്കുന്ന ഒരു സംഭവമാണ്. അത് അടിപൊളിയാണ്. ഓരോ കാര്യങ്ങളും ഓരോരോ എന്താ പറയുക, നമ്മളെ പഠിപ്പിക്കുകയാണ്, നമുക്ക് നല്ലൊരു എഡ്യൂക്കേഷൻ തരികയാണ്. അത് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ അവിടെ ഒന്ന് പോകണം. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമുക്ക് അവിടെ അടുത്ത് തന്നെ ഒരു ഷോപ്പ് കാണാം. ഇത് പറഞ്ഞാൽ നാച്ചുറൽ അല്ല, ഹോം മെയ്ഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെയാണിത്. അവിടെ അത്യാവശ്യം വിലയും കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലുതായിട്ടൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കുറേ കോസ്മെറ്റിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടുന്ന് ശേഷം ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് രണ്ടാമത്തെ പാർട്ടാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ റെയിൻ ഫോറസ്റ്റ് ആണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ചെമ്പരത്തി, എല്ലാ പൂവുകൾ, പ്ലാന്റുകൾ, എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട് കേട്ടോ. ഇത് ശരിക്കും കാണുമ്പോൾ നമുക്ക് നമ്മുടെ നാടിനെ ശരിക്കും ഓർമ്മ വരും. ഇതുണ്ട് നമ്മുടെ നാട്ടിലെ പൂച്ചവാലനൊക്കെ, അത് നല്ല രസമുണ്ട് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പലതരത്തിലുള്ള ചെമ്പരത്തികളും കാര്യങ്ങളും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇതൊരു റെയിൻ ഫോറസ്റ്റ് ആണ്. അപ്പം ഇത് നമ്മൾ ആദ്യമേ കണ്ടത് ഏഷ്യ ആ രീതിയിലുള്ളതാണ്. പിന്നെ ആഫ്രിക്കൻ, അങ്ങനെ പല രീതിയിൽ ഇത് തെക്കൻ അമേരിക്ക, ആഫ്രിക്ക, ഏഷ്യ എന്നിങ്ങനെയൊക്കെ പറഞ്ഞ് ഇത് ഇങ്ങനെ വിഭജിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് ഒരു ഇൻഡോർ മഴക്കാടുകളിൽ ഒന്നാണ് കേട്ടോ. ഞാൻ പലതവണ ഇതെന്ന് പറയുന്നുണ്ടല്ലേ, അതെന്താ അങ്ങനെ വരുന്നത് എനിക്കറിയില്ല. അതുപോലെ തന്നെ ഇവിടെ വാഴ, കാപ്പി, കൊക്കോ, റബ്ബർ, അങ്ങനെ തുടങ്ങിയ എല്ലാ തരം പ്ലാന്റുകൾ നമുക്കിവിടെ കാണാം. പിന്നെ അതുപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടിലേക്ക് നമ്മളത് റെയിൻ ഫോറസ്റ്റിലേക്ക് കടന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു ചൂടൊക്കെ പോലെ നമുക്ക് തോന്നിയിട്ട് ഇവിടുത്തെ ഒരു ക്ലൈമറ്റ് വേറെയാണ്. അതുപോലെ തന്നെ നമ്മൾ അവിടെ കണ്ട ഒരു പക്ഷിയോ കോഴിയോ എന്തോ ഒരു സാധനമാണ്. അത് നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലല്ല, വേറൊരു ടൈപ്പാണ്. അതുപോലെ തന്നെ ഇതാണ് ഞാൻ പറഞ്ഞേ ആഫ്രിക്കൻസിൻ്റെയൊക്കെ ഒരു ഇത് കാണിക്കുന്നതെന്ന് പറഞ്ഞത്, ആ ഒരു ഇതാണ്. അവരുടെ എന്തോ ഒരു കലാസൃഷ്ടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് കറക്റ്റ് അതെനിക്കറിയില്ല, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കൊത്തി വെച്ചേക്കെന്നൊക്കെ കാണാൻ വേണ്ടി. അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സും പണ്ടത്തെ സൈക്കിള്, അവരുടെ ഐറ്റംസൊക്കെ കാണിക്കുന്നതാണ്. ഇത് ആഫ്രിക്കൻസിൻ്റെ ഏരിയയിൽ ആ ഒരു പാർട്ടാണ് ഇത് കാണുന്നത്. അത് നല്ല രസമുണ്ടാണ് കേട്ടോ. അതുപോലെ അതിനുശേഷം ഞങ്ങളിങ്ങനെ പോയപ്പം ഇത് എന്താ കറക്റ്റെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആണെങ്കിൽ ഇതെനിക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, പുതുമഴയായി വന്നു ഞാൻ, ആ സെയിം സാധനമാണ് കേട്ടോ എനിക്ക് തോന്നുന്നത്. രണ്ട് സൈഡിൽ എന്തോ ഒരു വെള്ളം കൊണ്ട് എന്തോ ചെയ്തേക്കുന്ന ഇത് നല്ല രസമുണ്ടായിരുന്നു അത്. പിന്നെ ഇത് മെറ്റലും കൊണ്ടുണ്ടാക്കിയ ഇങ്ങനെ ഫ്ലവർ കാര്യങ്ങളാണ്. ശരിക്കും ഇതിൻ്റെ കളർ കാണാൻ പറ്റുന്നില്ല, കാരണം മേളിൽ നിന്നാണ് ഇത് ലൈറ്റ് വരുന്നത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നേരിട്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇതിന് ചെറിയ രീതിയിൽ നിങ്ങൾക്ക് കളർ മനസ്സിലാവുന്നുണ്ടാവും, എന്നാലും അത്രത്തോളം മനസ്സിലാവുന്നില്ല. നമ്മുടെ അതിരപ്പള്ളി വെള്ളച്ചാട്ടമൊക്കെ കാണുന്ന നമുക്ക് ഈ വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിങ്ങനെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ അതും ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മൾ പോകുന്ന മൂന്നാമത്തെ പാർട്ടിലേക്കാണ്. മെഡിറ്ററേനിയൻ ബയോം എന്നങ്ങാണ്ടാണ് പറയുന്നത്. അത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ദക്ഷിണാഫ്രിക്ക, കാലിഫോർണിയ, ഓസ്ട്രേലിയ തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സസ്യങ്ങളൊക്കെയാണ്. ഇവിടെ നല്ല രസമുള്ള ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു, നല്ല ഭംഗിയാണ്. അതിൽ ഒലിവ് മരങ്ങൾ, മുന്തിരി വള്ളികളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വെഡ്ഡിങ് ഫംഗ്ഷനുകളോ കാര്യങ്ങളൊക്കെ വെക്കാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ള കോസ്റ്റ് ഉണ്ടായിരിക്കും, പക്ഷെ നല്ല രസമാണ്. ഇത് 4 മണി വരെ ഉള്ളൂ ഇവിടെ നമുക്ക് കയറി കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇത് എന്തോ ഒരു പാർട്ടിക്ക് വേണ്ടി അവർ അറേഞ്ച് ചെയ്യുന്നതാണ് കേട്ടോ. അത്യാവശ്യം കോസ്റ്റ്ലി ആയിരിക്കും. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ അതൊക്കെ ബുക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഇതുണ്ട് ഈ ഫ്ലവർ, ഇത് നമ്മുടെ നാട്ടിലുണ്ടാകുന്നതാണ് അല്ലേ. അതുപോലെ തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ നമ്മുടെ സ്റ്റേക്കേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മൾ പിസ്സ കഴിക്കാൻ വേണ്ടി കയറിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പോയപ്പോൾ കണ്ടാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഒരു പഴയ രീതിയിലുള്ള കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ഉണ്ടാവും കേട്ടോ.